CPIM മുതിർന്ന നേതാവ് പാലോളി മുഹമ്മദ് കുട്ടി ലീഗിനെതിരെ വെള്ളാപ്പള്ളി മലപ്പുറത്തെ അല്ല അധിക്ഷേപിച്ചത് മുസ്ലിം ലീഗിനെ എന്ന പാലോളി. കേരളത്തിന്റെ രാഷ്ട്രീയ സ്ഥിതി വെച്ച് നോക്കിയാൽ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഭരിക്കാൻ ആവശ്യമായിട്ടുള്ള ഭൂരിപക്ഷം LDFന് കിട്ടും എന്നുള്ളതാണ് ഞാൻ കാണുന്നത്. മലപ്പുറത്തെ അല്ല ആക്ഷേപിച്ചത്, മുസ്ലിം ലീഗിനെയാണ് ആക്ഷേപിച്ചത്. മുസ്ലിം ലീഗിനെ പറ്റി പറഞ്ഞാൽ അപ്പ ഇസ്ലാമിനെ പറ്റിയാണെന്നും പറയും, മലപ്പുറത്തിനെ പറ്റി. അത് രണ്ടും ആ രീതിയിലാണ് അവരതിനെ നേരിടുക. ഞങ്ങൾ ഇന്ത്യ രാജ്യത്ത് ഇന്ന് കാണുന്ന ഏറ്റവും അപകടം പിടിച്ചിട്ടുള്ള രാഷ്ട്രീയമാണ് BJP രാഷ്ട്രീയം. മുസ്ലിം ലീഗിനെ പറഞ്ഞാൽ എങ്ങനെയാണ് ഇസ്ലാമിനെയും മലപ്പുറത്തെയും അധിക്ഷേപിച്ചുവെന്ന് ആകുന്നത്? വെള്ളാപ്പള്ളി ഒരു ഭാഗത്ത്, കുഞ്ഞാലിക്കുട്ടി വേറൊരു ഭാഗത്ത്. വെള്ളാപ്പള്ളിയുടെ ചില പ്രസ്താവനയോട് യോജിക്കാൻ പറ്റില്ല. AK ബാലന്റേത് തെറ്റായ പ്രസ്താവന, സജി ചെറിയാന്റെ പ്രസ്താവനയും പാടില്ലാത്തത്. അവരുടെ നിലപാട് പറയുന്നതിൽ അത് അംഗീകരിക്കാനും തള്ളാനും നമ്മള് പാർട്ടിയെ ബാധിക്കുന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ പാർട്ടിയുടെ നിലപാട് പറയും. വെള്ളാപ്പള്ളി ഒരു ഭാഗത്ത്, കുഞ്ഞാലിക്കുട്ടി വേറൊരു ഭാഗത്ത്, അവരൊക്കെ അവരുടെ രീതിയിൽ സംസാരിക്കുന്നു. വെള്ളാപ്പള്ളി നടേശന് വെള്ളപൂശാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അയാൾ പറയുന്ന ചില കാര്യങ്ങൾ അംഗീകരിക്കുന്ന പാർട്ടി, അതേ സമയത്ത് അയാൾ പറയുന്ന ചില കാര്യങ്ങളോട് യോജിക്കാൻ കഴിയില്ല. അതിപ്പോ നമുക്കിഷ്ടമുള്ളത് അയാൾ പറയണം എന്ന് നിർബന്ധിക്കാൻ പറ്റുന്നതല്ലല്ലോ. ബാലനെയും സജി ചെറിയാന്റെയും പ്രസ്താവനകൾ പാർട്ടി തിരുത്തും. ജമാഅത്തെ ഇസ്ലാമി നിരുപാധികം പിന്തുണ CPIMന് നൽകിയിട്ടുണ്ട്. CPIM പിന്തുണ ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ന്യൂനപക്ഷങ്ങൾക്ക് ഒപ്പമാണ്. ജമാഅത്തെ ഇസ്ലാമി ഒരു ഘട്ടത്തിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്താണ് തോന്നുന്നത് അവര് CPIMന് നിരുപാധികമായിട്ടുള്ള പിന്തുണ പ്രഖ്യാപിച്ചു. അവര് സാധാരണഗതിയിൽ അവർ വോട്ട് ചെയ്യാറില്ല, ആ തവണ അവര് വോട്ട് ചെയ്യും. ഇത് CPIM അവരായിട്ട് പോയിട്ട് കണ്ട് സംസാരിച്ചിട്ടുണ്ടാക്കില്ല കൂട്ടുകെട്ടാൻ. അന്ന് കോൺഗ്രസ് ഗവൺമെന്റ് എടുക്കുന്ന നിലപാടിനോടുള്ള അവരുടെ എതിർപ്പ്, ആ എതിർപ്പിനെ ഞങ്ങൾ എതിർക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ള ഇതാണ്, അതല്ലാതെ രാഷ്ട്രീയ സഖ്യമല്ല. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാടിനെ മറ്റൊരു പാർട്ടിക്കാരൻ തള്ളിപ്പറയുമ്പോൾ അത് മറ്റേ പാർട്ടിയായിട്ടുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ ബന്ധപ്പെടാൻ പോകുന്നതിന്റെ ഭാഗമാണ് എന്ന് കാണുന്നത് അത്ര ശരിയല്ല. അത് അവരുടെ നിലപാടാണ്, അത് അവർ പറയുന്നു. BJPയുടേത് അപകടം പിടിച്ച രാഷ്ട്രീയം. ജനങ്ങളുമായി ബന്ധമുള്ള CPIM സ്ഥാനാർത്ഥി മണ്ണാർക്കാട് മത്സരിക്കണം. അധികാരം എവിടെയാണോ അവിടേക്ക് കോൺഗ്രസ് നേതാക്കൾ പോകുന്നു. BJPയിലേക്ക് കോൺഗ്രസ് നേതാക്കൾ പോകുന്നത് അതുകൊണ്ട്. അധികാരം എവിടെയാണോ അവിടെ കോൺഗ്രസ് എന്നുള്ളത്. ഇപ്പോൾ കർണാടകയിൽ കോൺഗ്രസിന്റെ ദേശീയ തലത്തിലുള്ള നേതാക്കളിൽ കൃഷ്ണ ഇല്ലേ, കോൺഗ്രസിന്റെ ഭരണം നഷ്ടപ്പെട്ട് BJP വന്നപ്പോൾ അയാൾ കോൺഗ്രസിൽ രാജിവെച്ച് BJP ചേർന്നു. എവിടെയാണ് അധികാരം അവിടേക്ക് പോവുക എന്നുള്ള സ്ഥിതിയിലേക്ക് മാറുകയല്ലേ. പാർലമെന്ററി മോഹം കമ്മ്യൂണിസ്റ്റുകാരിലുമുണ്ട്. അത് ചിലരിൽ കൂടുതലായി കാണുന്നു. പാർലമെന്ററി വേദിയിൽ പങ്കെടുക്കാൻ പാർട്ടി തീരുമാനിച്ചതോടുകൂടി പണ്ടത്തെ പാർട്ടിയുടെ രീതിയല്ലല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. പണ്ട് വളരെ അച്ചടക്കത്തിൽ നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. ഇതിലേക്ക് വന്നപ്പോൾ ആളുകളുടെ മുഖ്യ ശ്രദ്ധ എന്താ? പഞ്ചായത്ത് മെമ്പറാവണം, പ്രസിഡന്റാവണം, MLA ആവണം, മന്ത്രിയാവണം എന്നുള്ളത് സ്വാഭാവികമല്ലേ. ആ ആഗ്രഹം അത് നേരിടുന്നതിൽ മറ്റു പാർട്ടികളെക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ പാർട്ടി ശ്രദ്ധിക്കുന്നുണ്ട്. എന്നാലും ചില സംഭവങ്ങൾ ഉണ്ടാവും. PK ശശി ഇപ്പോഴും പാർട്ടി അംഗമാണ്. NSSും SNDPയും പറഞ്ഞത് അവരുടെ നിലപാട്. അതിൽ രാഷ്ട്രീയത കാണേണ്ടതില്ലെന്നും പാലോളി മുഹമ്മദ് കുട്ടി പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.